ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് വിൻ ബ്രേക്കർ എന്ന ജാപ്പനീസ് അനിമി TV സീരീസിന്റെ സീസൺ 1 13ാമത്തെ എപ്പിസോഡാണ്. സോ ഇതോടുകൂടി ഈ സീസൺ അവസാനിച്ചു. അടുത്തത് നമ്മൾ ഏത് ആനിമയാണ് ചെയ്യേണ്ടതെന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോട്ട് സമയങ്ങളത് നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഉമ്മേമിയുടെ കൂടെ വന്നവരെ കണ്ട് എന്ത് പറയണമെന്നറിയാതെ അത് പിന്നെ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്റെ മുമ്പിൽ ഇപ്പോ ഫ്യൂരിന്റെ 4 കിങ്സ് ആണ് നിൽക്കുന്നത്. ഇവളുടെ പേര് സുബാക്കിനോ, ജിക്കോഗോ സ്ക്വാഡ് ലീഡർ. ഇത് മിസുക്കി, കുമാക്കോ സ്ക്വാഡ് ലീഡർ. ഇത് മൊമോച്ചെ, സോക്കോ സ്ക്വാഡ് ലീഡർ. പിന്നെ ഇത് നമ്മുടെ ഹിറാഗി, ടോമാൻ സ്ക്വാഡ് ലീഡർ. ഇവര് 4 പേരുവാടാ ഫ്യൂരിന്റെ 4 കിങ്സ് എന്ന് നേരിൻ സാക്കുറയോട് പറയുന്നു. ഹേയ്, എല്ലാവരും ഇങ്ങോട്ട് വന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഫ്യൂരിന്റെ പ്രധാനപ്പെട്ട 4 ലീഡേഴ്സ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ട്. നിങ്ങളോട് എല്ലാവരോടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വിളിച്ചത്. ആൾറെഡി നിങ്ങൾ അത് നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും, എന്നാലും ഞാൻ പറയാം. ഇത് നോക്കി, എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും പതിവിലും കൂടുതൽ ചെടികൾ നമുക്ക് വളർന്നു കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഒരു പ്രധാന കാരണം നമ്മുടെ സുഖുവാണ്. അവൻ കാരണമാണ് ഈ ചെടിയെല്ലാം ഇത്ര പെട്ടെന്ന് വളർന്നത് എന്നും മേമി എല്ലാവരോടും പറയുന്നു. ഇത് കേട്ട അവരൊക്കെ ഇതെന്ത് തേങ്ങ, ഇതിനാണ് വിളിച്ചു വരുത്തിയെ എന്ന് പറഞ്ഞു നിൽക്കുവാണ്. ഇനി വരാൻ പോകുന്ന സമ്മറില് നമുക്ക് എല്ലാവർക്കും ഒരു ബാർബിക്യൂ സെറ്റ് ചെയ്തിട്ട് ഒരു കോമ്പറ്റീഷൻ തന്നെ വെക്കാം എന്നും മേമി അവരോട് പറയുന്നു. ഇത് നിനക്ക് അവിടുന്ന് എന്നെ പറഞ്ഞാ പോരായിരുന്നോ? എന്തിനാ ഒരു മീറ്റിംഗ് തന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയ? ഡേയ്, അതൊന്നും ശരിയാവില്ല. ഇവിടെ വന്നത് കണ്ടിട്ട് പറയുമ്പോഴേ അതിന്റെ ആ ത്രില്ല് കിട്ടുള്ളൂ. ശരി, ഞാൻ പ്രധാനപ്പെട്ട കാര്യം പറയാം. ഗായ്സ്, നിങ്ങൾ എനിക്കൊരു സഹായം ചെയ്യണം. ഞാനിപ്പോ ഫ്യൂരിന്റെ ലീഡർ ആണെങ്കിൽ പോലും എന്നെ കൊണ്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കില്ല. സോ അതിന് നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമാണ്. നിങ്ങളുടെ ക്ലാസ്സിലുള്ളവരെ നിങ്ങൾ കറക്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. അതുകൊണ്ടാണ് എല്ലാ ലീഡേഴ്സിനെയും ഞാൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. മാത്രമല്ല, ഈ നാടിനെ സഹായിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ആര് സഹായം ചോദിച്ചു വന്നാലും തീർച്ചയായിട്ടും നിങ്ങൾ അത് ചെയ്തു കൊടുക്കണം. നിങ്ങളെ വിശ്വസിച്ച് ഞാനത് നിങ്ങളെ ഏൽപ്പിക്കുന്നു എന്ന് ഉമ്മേമി എല്ലാവരോടും പറയുന്നു. യെസ് സാർ എന്നെല്ലാവരും വിളിച്ചു പറയുന്നു. അങ്ങനെ മീറ്റിംഗ് എല്ലാം അവസാനിക്കുന്നു. എല്ലാ ലീഡേഴ്സും പരസ്പരം പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം സാക്കുറ എടുത്തോട്ട് മാക്സിമോ വരുന്നു. അവന്റെ പുറകിലിട്ട് 4 അടി അങ്ങ് കൊടുക്കുന്നു. ഹേയ് സാക്കുറ, എനിക്ക് നിന്നെ അറിയാം. ഫസ്റ്റ് ടൈം ഞാൻ നിന്നെ കണ്ടപ്പോ തൊട്ടേ നിന്റെ കണ്ണിൽ ആ തീ ഞാൻ കണ്ടതാ. ഇപ്പൊ നീ ഒരു ക്യാപ്റ്റൻ ആയതിൽ എനിക്ക് ഒരുപാടധികം സന്തോഷമുണ്ട് എന്ന് അവൻ അവിടെ വിളിച്ചു പറയുന്നു. ഇതേ സമയം ഉമേമി അങ്ങോട്ട് വരുവാണ്. ഹേയ് സാക്കുറ, നീയാണല്ലേ ടോമാന്റെ ഫസ്റ്റ് ഇയേഴ്സിന്റെ ക്യാപ്റ്റൻ. കഴിഞ്ഞ വർഷം അത് കാജി ആയിരുന്നു. പിന്നെ നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഈ ചേട്ടനോട് പറഞ്ഞാൽ മതി, ചേട്ടൻ എല്ലാം ശരിയാക്കി തരും. പിന്നെ കാജി, നീ ഇപ്പൊ സെക്കൻഡ് ഇയർ ആണ്. പക്ഷേ ഫസ്റ്റ് ഇയേഴ്സിന് നിന്റെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. നിന്റെ മെത്തേഡ്സും നിന്റെ ടെക്നിക്സും എല്ലാം തന്നെ പഠിപ്പിച്ചു കൊടുക്കണം എന്ന് ഉമേമി അവനോട് പറയുന്നു. എനിക്ക് എന്നെ കുറച്ച് കാര്യങ്ങളെ അറിയുള്ളൂ, അതൊന്നും ഞാൻ നിനക്ക് പറഞ്ഞു തരില്ല. പിന്നെ ഞാൻ നിന്റെ ചേട്ടനൊന്നുമല്ല, എന്റെ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കുള്ളൂ, ഞാൻ ഒറ്റ മകനാ എന്ന് സാക്കുറയെ നോക്കി പറയുവാണ് കാജി. ഇത് കേട്ട് സാക്കുറ, ഞാൻ നിന്നോട് എന്റെ ചേട്ടനാകാൻ പറഞ്ഞോ? അയാള് പറഞ്ഞതിന് എന്തിനാടാ എന്നോട് മറുപടി പറയുന്നത്? ഇത് കേട്ട് കാജി അവനെ തന്നെ നോക്കുവാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവരെല്ലാവരും ക്ലാസ്സിലോട്ട് വരുവാണ്. ക്ലാസ്സിലാണെങ്കിൽ എല്ലാവരും ഇവര് വരുന്നത് നോക്കിയിരിക്കുവാണ്. എന്തു പറ്റി എന്ന് എല്ലാവരും ചോദിക്കുന്നു. പ്രത്യേകിച്ചൊന്നുമില്ല, 4 കിങ്സിനെ കാണാൻ വേണ്ടി വിളിച്ചതാ എന്ന് ഇവരും പറയുന്നു. എന്ത് 4 കിങ്സോ? അവരെ കാണണോന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് ടൈഗ അവരോട് പറയുന്നു. ശരി, ഇന്ന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഫുഡ് കഴിക്കാൻ പോയാലോ? ശരി, വാ നമുക്ക് പോവാം എന്ന് പറഞ്ഞ എല്ലാവരും റെസ്റ്റോറന്റിലോട്ട് പോകുന്നു. അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് 3 പേർ അവർക്ക് നേരെ നടന്നു വരുന്നത്. വൈറ്റ് കളർ ഹുഡിയൊക്കെ ഇട്ട് ഒരു കിടിലൻ കോസ്റ്റ്യൂമിലാണ് അവർ വരുന്നത്. ഡേയ്, എന്ത് ഇവിടെ ചെയ്യുന്നേ? നിങ്ങളെ കണ്ടിട്ട് ആരോ തെരയാണെന്ന് തോന്നുന്നു. ആരാണെന്ന് പറ, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം എന്ന് സാക്കുറ അവരോട് പറയുന്നു. ഓ, നിങ്ങളോ? ആക്ച്വലി നിങ്ങളിൽ ഒരുത്തനെയാണ് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ട് വന്നത്. പക്ഷേ അവൻ നിങ്ങളുടെ കൂട്ടത്തിലില്ല. ശരി, വാ നമുക്ക് പോവാം എന്ന് പറഞ്ഞ അവർ അവിടെ നിന്നും പോകുന്നു. അവരുടെ പുറകിലുള്ള ഡിസൈൻ എന്താ എന്ന് ചോദിക്കുകയാണ് നേരിൻ. വൈറ്റ് ജാക്കറ്റ്, ബ്ലൂ ഡ്രാഗൺ ബോൺസ്, അവരാണ് കീൽ എന്ന് സു അവരോട് പറയുന്നു. കീലോ? അതെ, പക്ഷെ എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അവരെ പറ്റി അറിയില്ല. പക്ഷെ അവര് വളരെ ചെറിയ ഗ്യാങ് ആണ്. അധികം മെമ്പേഴ്സ് ഒന്നും അവരുടെ കൂട്ടത്തിലില്ല. അവരെ പറ്റി ഞാൻ കേട്ടതെല്ലാം വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. സോ വളരെ ബാഡ് ആയിട്ടുള്ള ഒരു ടീമാണ് അവർ. ഓ, അങ്ങനെ ഒരു ടീമിന് ഇവിടെ എന്താ കാര്യം? നമ്മളെ കണ്ടിട്ട് നമ്മളുടെ കൂട്ടത്തിൽ ഒരുത്തിനെയാണ് അവർ തെരയുന്നല്ലേ പറഞ്ഞ്. സോ ഫ്യൂരിയിലെ ആരോ ഒരാളെയാണ് അവർ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്നത്. പെട്ടെന്നാണ് അവിടെ ഉണ്ടായിരുന്ന റിയാൻറ്റി അലറുന്ന ശബ്ദം അവർ കേൾക്കുന്നത്. അയ്യോ, ഓടി വരണേ, ഇവിടെ ആരോ കിടക്കുന്നു. ഇത് കേട്ട് സാക്കുറയും മറ്റുള്ളവരും അങ്ങോട്ട് പോയി നോക്കുന്ന സമയത്താണ് ഫ്യൂരിൻ ഹൈസ്കൂളിലെ ഒരുത്തൻ അവിടെ അടി കൊണ്ട് കിടക്കുന്നു. നോക്കുന്ന സമയത്ത് അത് അൻസായി ആയിരുന്നു. അടികൊണ്ട് കിളിപ്പോയി കിടക്കുന്ന അൻസായിയെ വിളിച്ചുണർത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് ആ ചേച്ചി. ഇതേ സമയം 2 കുട്ടികൾ മണലിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങോട്ട് വേറെ ഒരുത്തൻ വരുന്നു. അവൻ ആരാണെന്ന് പറഞ്ഞ് നോക്കുന്ന സമയത്താണ് കീൽ ഗ്യാങ്ങിലെ ഒരുത്തനാണ്. അവന്റെ മുഖത്ത് ഒരുപാട് അടി കൊണ്ടതുപോലെയുള്ള പാടുകളുണ്ട്. അവനെ കണ്ട് പേടിച്ച് അൻസായി കണ്ണു തുറന്ന് നോക്കുമ്പോ കാണുന്നത് ആ ചേച്ചീനെയാണ്. അങ്ങനെ അവനെ തൂക്കിയെടുത്ത് അവരുടെ റെസ്റ്റോറന്റിലോട്ട് കൊണ്ടുപോകുന്നു.
അവൻ എന്തു പറ്റിയെന്ന് സാക്കുറയും മറ്റുള്ളവരും ചോദിക്കുന്ന സമയത്താണ് ഒരു വലിയൊരു പട്ടി എന്റെ പുറകെ ഓടി വന്നു. ഞാൻ അതിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷെ ഞാൻ താഴെ വീണു. എന്റെ ബോധം പോയി. കണ്ണു തുറക്കുമ്പോ ഞാനിതാ ഇവിടെ കിടക്കുന്നു. വലിയ പട്ടി എന്ന് പറഞ്ഞ ഏകദേശം എത്ര വലിപ്പം കാണും എന്ന് ചോദിക്കുകയാണ് നേരിൻ. ആ, ഒരു മനുഷ്യന്റെ അത്രയും കാണും. എന്ത്, മനുഷ്യന്റെ അത്രയും വലിപ്പമുള്ള പട്ടിയോ? ഒരുപക്ഷെ അത് കരടിയായിരിക്കോ? അതങ്ങോട്ട് പോയെന്ന് പറ, ഞാൻ അതിനെ പിടിക്കാം എന്ന് പറയാണ് ടൈഗ. എന്ന് അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അവൻ നുണ പറയാണെന്നുള്ള കാര്യം മനസ്സിലാവുന്നു. ഡേയ്, കള്ളം പറയുന്നത് ഓക്കെ, എന്ന് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കള്ളം പറഞ്ഞൂടെ? എടാ സത്യമാടാ. ശരി, നിങ്ങൾ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. എനിക്ക് കുറച്ച് പണിയുണ്ട്, പിന്നെ ഞാൻ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ അവൻ അവിടെ നിന്നും പോകുന്നു. അപ്പോഴാണ് സു അവനോടൊരു കാര്യം ചോദിക്കുന്നത്. നിനക്കും ആ കീൽ ടീമിനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവരാണോ നിന്നെ അടിച്ചേ? ഇത് കേട്ട് അവൻ ടെൻഷനായിട്ട് പെട്ടെന്ന് എന്നെ തിരിഞ്ഞു നോക്കുന്നു. എന്ത് ബിയറോ? ബിയറൊന്നും കുടിക്കാൻ പാടില്ല. 20 വയസ്സാവാതെ അത് കുടിച്ചാ ചത്തുപോവടാ എന്ന് പറഞ്ഞ അവൻ അവിടെ നിന്നും പോകുന്നു. എന്ന ഇത് കൂടി കണ്ട സമയത്ത് അവർക്ക് ഏകദേശം കാര്യം മനസ്സിലാവുന്നു. സോ, നീ അവനോട് അങ്ങനെ ചോദിക്കാൻ കാരണം എന്താ എന്ന് ചോദിക്കാണ് ടൈഗ. ഏയ്, പ്രത്യേകിച്ച് ഒന്നുമല്ല. നമ്മൾ നടന്നു വരുന്ന സമയത്ത് അവരെ കണ്ടു. അതേ സ്ഥലത്ത് തന്നെയായിരുന്നു ഇവനും അടി കൊണ്ട് കടന്നിരുന്നത്. സോ അവർ ഇവനെ അന്വേഷിച്ചു വന്നതായിരിക്കും. ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വെറുതെ അങ്ങ് ഊഹിച്ച് പറഞ്ഞതാ. പക്ഷെ അത് ശരിയായി. അവർക്ക് രണ്ടുപേർക്കും തമ്മി എന്തോ പ്രശ്നമുണ്ട്. ഇത് കേട്ട് നേരിൻ, സാക്കുറ, അവന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമ്മൾ വേണം സോൾവ് ചെയ്യാൻ. നമ്മൾ അവനെ സഹായിക്കണം. ഏയ്, അതിന്റെ ആവശ്യമില്ല. അവന് സഹായം വേണമെങ്കിൽ അത് അവൻ നമ്മളോട് ചോദിച്ചേനെ. ഇതിപ്പോ അവൻ അവന്റെ പ്രശ്നമായിട്ട് കാണുന്നതാണ്. അവൻ അത് ഒറ്റയ്ക്ക് സോൾവ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാ അവൻ നമ്മളോടൊന്നും പറയാത്തെ. നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അവൻ നമ്മുടെ ക്ലാസ്മേറ്റ് ആടാ. അവൻ ഇങ്ങനെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ വേണ്ടേ അവനെ സഹായിക്കാൻ. ഇതേ സമയം കൂടെയുള്ളവരെ എപ്പോഴും വിശ്വസിക്കണം, അവരെ എപ്പോഴും സഹായിക്കണം എന്ന് ഉമ്മയമ്മയെ പറഞ്ഞ കാര്യം അവൻ ആലോചിക്കുന്നു. ഓ, എന്ത് ചെയ്യണം എന്നും ചിന്തിച്ചുകൊണ്ട് സാക്കുറ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. ചേച്ചിയാണെങ്കിൽ അവന് കഴിക്കാനുള്ള ഫുഡും പാക്ക് ചെയ്ത് കൊടുക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഒരു പാർക്കിലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അൻസായിയാണ്. അവന്റെ മുൻപിലാണെങ്കിൽ ഇപ്പൊ ഒരു ലേഡി നിൽക്കുന്നുണ്ട്. നഗോട്ടോ എവിടെ എന്ന് അവൾ അവനോട് ചോദിക്കുന്നു. അവനോട് എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാ ഇപ്പൊ അടി മേടിച്ച് വന്നിരിക്കുന്നത്. ഡാ, വിട്ടേകടാ. നീ എത്രയെന്ന് വെച്ചാ ഇങ്ങനെ അടി മേടിക്കുന്നേ? നിനക്ക് പറ്റില്ലെങ്കിൽ ഇത് ഫ്യൂരിനോട് പറഞ്ഞൂടെ? ഇല്ല ഇല്ല, ഇത് എന്റെ പ്രശ്നമാണ്. ഇതിലൊരിക്കലും ഫ്യൂരിൻ തലയിടാൻ പാടില്ല. അവർ ഈ നാടിനെ പ്രൊട്ടക്ട് ചെയ്യുന്നവരാണ്. അവരൊരിക്കലും ഇതിലിടപെടണ്ട. മാത്രമല്ല, അത് വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള ടീമാണ്. അതിൽ നിന്ന് നഗോട്ടോയെ ഞാൻ കൊണ്ടുവരും. എന്നെ വിശ്വസിക്ക്, നീ എന്നെ പറ്റി പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ അവൻ അവിടെ നിന്നും പോകുന്നു. എന്ന് ഇതൊക്കെ കണ്ട് അവൾ അവിടെ നിന്ന് കരയുന്നു. നിന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ലെന്ന് നിനക്കും അറിയാം, എനിക്കും അറിയാം. പിന്നെ നീ എന്തിനാ ഇത് വെറുതെ ശ്രമിക്കുന്നേ? നിങ്ങളുടെ രണ്ടുപേരുടെ ഈ അവസ്ഥ ആലോചിച്ച് എനിക്ക് ഒരുപാടധികം സങ്കടം വരുന്നുണ്ട്. എന്നിട്ടും നീ ഇതെങ്ങനെയാടാ ഓക്കെ ആണെന്ന് പറഞ്ഞു പോകുന്നേ എന്ന് പറഞ്ഞ അവൾ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓ, ഇതാണല്ലേ അപ്പോ പ്രശ്നം. ഇതിനെ പറ്റിയുള്ള കറക്റ്റ് ഡീറ്റെയിൽസ് എന്നോട് പറ എന്ന് പുറകിൽ നിന്നൊരു ശബ്ദം. ആരാടാന്ന് പറഞ്ഞ് നോക്കുന്ന സമയത്ത് അത് നമ്മുടെ സാക്കുറയായിരുന്നു. നീ ആരാ എന്ന് ചോദിക്കുകയാണ് ആ പെൺകുട്ടി. ഞാൻ അൻസായിയുടെ ക്ലാസ്മേറ്റ് ആണ്. അവനെന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതാ അവനെ ഫോളോ ചെയ്തേ. ഇത് കേട്ട് അവൾ അവന്റെ കോളറിലോട്ട് നോക്കുന്നു. ഇവനും ഫ്യൂരിൻ ഹൈസ്കൂളിലെ മെമ്പറാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. ഞാനും അൻസായും ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണ്. ഞങ്ങളെപ്പോഴും ഈ പാർക്കിലാണ് കളിക്കുന്നത്. ചെറുപ്പത്തിൽ ഞങ്ങളുടെ കൂടെ കളിക്കാൻ ഒരാൾ കൂടി വരുമായിരുന്നു. അവന്റെ പേര് നഗാട്ടോ. ഞങ്ങൾ വളരെ ജോളിയായിട്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടായിരുന്നു ഇരുന്നിരുന്നത്. നഗാട്ടോ വളരെയധികം സൈലന്റ് ആയിട്ടുള്ള, വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരുത്തനായിരുന്നു. സത്യം പറഞ്ഞ ഒരു പാവമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എല്ലാവരും പിരിഞ്ഞു പോയി. പക്ഷെ എന്നാലും ഞങ്ങൾ എപ്പോഴും ഫ്രണ്ട്സ് ആയിട്ടിരിക്കുമെന്ന് പറഞ്ഞതാ. പക്ഷെ ഒരു ദിവസം ഞാൻ പാർക്കിൽ വെച്ച് അൻസായിയെ കണ്ടു. ഡേ, എന്തു പറ്റി? ഇന്നും അടി കൊണ്ട് വീഴുന്നിരിക്കുകയാണോ? ഫ്യൂരിൽ ചേർന്നതിന് ശേഷം എന്നും അടിയാണല്ലോ. നഗോട്ടോ ഇത് കാണണ്ട, നിന്നെ കളിയാക്കിക്കൊല്ലും. അതൊക്കെ പോട്ടെ, അവനെവിടെ എന്ന് ചോദിക്കുകയാണ് അവൾ. ഞാൻ ആ സ്ട്രീറ്റിലൂടെ നടക്കുന്ന സമയത്ത് ഒരു ചേച്ചിയുടെ ബാഗ് മോഷ്ടിച്ചുകൊണ്ട് ഒരുത്തൻ ഓടുന്നത് കണ്ടു. അവനെ ഞാൻ തടയാൻ ശ്രമിച്ചു. ഒരു ഹുഡിയോ കേട്ട ഒരു പയ്യൻ. അവൻ ആരാണെന്ന് അറിയാൻ അവന്റെ ആ ക്യാപ്പ് മാറ്റിയ സമയത്താണ് ഞാൻ ആ കാഴ്ച കണ്ടത്. അത് നഗോട്ടോ ആയിരുന്നു. എന്നെ കൊണ്ട് അത് വിശ്വസിക്കാൻ പറ്റിയില്ല. എന്നെ അവൻ അടിച്ചിട്ട് അവിടെ നിന്ന് ഓടി. ഇത് കേട്ട് അവൾ ഷോക്കായിട്ട് നിൽക്കുന്നു. ഇല്ല, അവനൊരിക്കലും അങ്ങനെ ചെയ്യില്ല. അവനൊരു പാവ, എപ്പോഴും സൈലന്റ് ആയിട്ടിരിക്കുന്ന ഒരുത്തൻ. അവനെ കൊണ്ടൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് ആ പെൺകുട്ടി സാക്കുറയോട് പറയുന്നു. അവൻ എന്തിനു വേണ്ടിയിട്ടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? എന്തിനു വേണ്ടിയിട്ടാ ആ ടീമിൽ പോയി ജോയിൻ ചെയ്തേ എന്നറിയാൻ വേണ്ടിയിട്ടാ ഇപ്പൊ അൻസായി പോയിരിക്കുന്നെ. ഇനിയും എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. അവനെ പറ്റി ആലോചിക്കുമ്പോ എനിക്ക് പേടി തോന്നുന്നു എന്ന് ആ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് പറയുന്നു. അതൊക്കെ പോട്ടെ, നീ എന്തിനീ കരയുന്നേ എന്ന് ചോദിക്കുകയാണ് സാക്കുറ. എന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സിന് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്ന സമയത്തും എന്നെ കൊണ്ട് അവരെ സഹായിക്കാൻ പറ്റുന്നില്ല. ഞാൻ വളരെയധികം വീക്കാ. അവരുടെ അടുത്തോട്ട് പോയി നിനക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കാൻ പോലും എന്നെ കൊണ്ട് പറ്റില്ല. ഹേയ്, നഗോട്ടോയെ ഇപ്പൊ തിരിച്ചു കൊണ്ടുവരണം. അതല്ലേ നിനക്ക് വേണ്ടേ? നീ എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കണം, അവർക്കൊരു പ്രതീക്ഷ കൊടുക്കണം എന്ന് ടാച്ചിമാന പറഞ്ഞത് അവൻ ആലോചിക്കുന്നു. അതെനിക്ക് വിട്ടേക്ക്, ഞാൻ നോക്കിക്കോളാം എന്ന് സാക്കുറ അവളോട് പറയുന്നു. ഇത് കേട്ട് ഒരുപാട് നന്ദിയുണ്ട്, നീ ശരിക്കും ഒരു നല്ലവനാ എന്ന് അവൾ സാക്കുറയോട് പറയുന്നു. ഞാനോ? ഞാനത്ര നല്ലവനൊന്നുമല്ല, നീ കരയുന്നത് കണ്ടുകൊണ്ട് പറഞ്ഞതാ
ഓ എന്തായാലും ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. പിന്നെ എന്താണെന്ന് അറിയില്ല, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് എഴുന്നേക്കുന്നു. ഞാനിത് തരില്ല എന്ന് പറഞ്ഞ് സാക്കുറ അവന്റെ കയ്യിലുള്ളത് മറച്ചു വെക്കുന്നു. ഇത് കേട്ടവൾ അവനെ തന്നെ നോക്കുന്നു. പിറ്റേ ദിവസം ക്ലാസ്സിലോട്ട് വരുന്ന സാക്കുറ കാണുന്നത് മറ്റു സ്റ്റുഡൻസിനോട് തള്ളിക്കൊണ്ടിരിക്കുന്ന അൻസായിനെയാണ്. ഡേയ്, നീ പറയുന്നത് കേട്ടാ തന്നെ അറിയാം ഇതൊക്കെ കള്ളമാണെന്ന്. സത്യം പറയടാ, ആരെന്നാണ് അടിമേടിച്ചേ എന്ന് മറ്റു സ്റ്റുഡൻസ് അവനോട് ചോദിക്കുന്നു. സാക്കുറ, ഇന്നലെ നീ അവനെ കാണാൻ പോയതല്ലേ? സത്യം പറഞ്ഞോ, നീ അവനെ കണ്ടോ? ഞാൻ അവനെ കാണാൻ പോയൊന്നല്ല, ഒന്ന് പോടാ. ഓ സാക്കുറ, നീ ശരിക്കും പറഞ്ഞോ എന്ന് നേരിനും ചോദിക്കുന്നു. ഇതേ സമയമാണ് അൻസായി അന്വേഷിച്ച ഒരു പയ്യൻ അങ്ങോട്ട് വരുന്നത്. അൻസായ്, നിനക്കൊരു ലെറ്റർ ഉണ്ട് എന്ന് പറഞ്ഞ അവൻ അത് കൊടുക്കുന്നു. ഇതെന്താ ലവ് ലെറ്റർ ആണോ എന്ന് ചോദിക്കുകയാണ് അൻസായ്. ഓ, നിനക്ക് ലവ് ലെറ്റർ തരാൻ മാത്രം ദാരിദ്ര്യം പിടിച്ചവരൊക്കെ ഈ നാട്ടിലുണ്ടോ? ഇത് നമ്മുടെ സ്കൂളിന് പുറത്ത് വെച്ച് ഹുഡിയൊക്കെ ഇട്ട ഒരു പയ്യൻ എനിക്ക് തന്നതാ. അവനെ കണ്ടാ തന്നെ ഒരു ഗാങ്സ്റ്ററിനെ പോലെ ഉണ്ടാവും. ഇത് കേട്ട് അൻസായിക്കും സാക്കുറയ്ക്കും മറ്റുള്ളവർക്ക് എല്ലാവർക്കും അത് ആ ഗാങ് ആണെന്ന് മനസ്സിലാവുന്നു. പേടിച്ചു വരച്ച് അതെന്താണെന്ന് പറഞ്ഞ് നോക്കുവാണ് അൻസായ്. എന്നാ അത് കണ്ടുടനെ തന്നെ അവൻ ഞെട്ടി അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടുന്നു. എന്നാ പെട്ടെന്ന് തന്നെ സാക്കുറ അവന്റെ പുറകെ ഓടുന്നു. ഹേയ് നിൽക്ക്, അവിടെ നിൽക്ക്. സ്റ്റെയർകേസ് വഴി ഓടിക്കൊണ്ടിരിക്കുന്ന അവന്റെ മുമ്പിലോട്ട് ചാടുവാണ് സാക്കുറ. നിനക്ക് എന്താ വേണ്ടേ? ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് പോവാ, മാറി നിൽക്ക് എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇന്നലെ പാർക്കിൽ വെച്ച് നിന്റെ കൂടെയുള്ള ആ പെണ്ണിനെ ഞാൻ കണ്ടിരുന്നു. അവൾ എന്നോടെല്ലാം പറഞ്ഞു. ഇതെന്താ ആ കീൽ ഗാങ്ങിലെ ആളുകൾ അയച്ചതാണോ എന്ന് പറഞ്ഞ സാക്കുറ അത് മേടിച്ച് തുറന്നു നോക്കുന്ന സമയത്ത് നഗോട്ടോ എന്ന് പറയുന്ന ആ പയ്യനെ അവരുടെ ഗാങ്ങിൽ തന്നെയുള്ള ആളാണെന്ന് പോലും നോക്കാതെ അടിച്ച് പഞ്ചറാക്കി അവിടെ വെച്ചിരിക്കുന്നു. ഇവനെ നിനക്ക് ജീവനോടെ വേണമെങ്കിൽ നീ ഇങ്ങോട്ട് വാ എന്നൊരു നോട്ടും അതിൽ എഴുതിയിട്ടുണ്ട്. എന്നാ ഇത് കണ്ട് സാക്കുറയ്ക്ക് അങ്ങ് ദേഷ്യം വരുന്നു. കാരണം അവൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇഷ്ടമല്ലല്ലോ. ഇത് ഞാൻ നോക്കിക്കോളാം എന്ന് സാക്കുറ അവനോട് പറയുന്നു. അത് വേണ്ട, ഇതിൽ വെറുതെ നിങ്ങൾ തലയിടണ്ട. പറ്റില്ല, ഞാൻ ഇന്നലെ അവൾക്ക് വാക്ക് കൊടുത്തതാ നിന്നെ പ്രൊട്ടക്ട് ചെയ്യുമെന്ന്. ഇത് കേട്ട് അൻസായി നടന്ന കാര്യം പറയാണ്. അന്നാ ലേഡിയുടെ കയ്യിൽ നിന്നും ബാഗ് തട്ടിപ്പറിച്ച് ഓടുന്നത് നഗോട്ടോയാണെന്ന് മനസ്സിലായപ്പോ എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. പിറ്റേ ദിവസം അവൻ ഓടിപ്പോവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെല്ലാം ഞാൻ അന്വേഷിച്ചുകൊണ്ട് നടന്നു. അപ്പോഴാണ് അവന്റെ ഗാങ്സിൽപ്പെട്ട ആളുകൾ തന്നെ അവനെ റാഗ് ചെയ്യുന്നത് ഞാൻ കാണുന്നത്. ഡേയ്, പൈസ എടുത്തോണ്ട് വരാൻ പറഞ്ഞപ്പോ നീ ഇത്ര കുറച്ച് എടുത്തോണ്ട് വന്നോളോ? 1000 യെന്നിന് ഒരു പഞ്ച്, 10,000 യെന്നിന് 10 പഞ്ച് എന്ന് പറഞ്ഞ അവൻ നഗോട്ടോയെ അടിച്ചുകൊണ്ടിരിക്കുന്നു. അവന്റെ മൂക്കിൽ നിന്നൊക്കെ ബ്ലഡ് വരുന്ന കണ്ട അൻസായി പെട്ടെന്ന് തന്നെ ചെന്ന് അവരെ 4 പേരെ അടിച്ച് താഴെ ഇടുന്നു. അവിടെയുള്ള എല്ലാവരെയും അടിച്ച് താഴെട്ടതിനു ശേഷം ഡേയ് വാ, നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം എന്ന് പറഞ്ഞ അവൻ കൈ നീട്ടുന്നു. എന്നാ പെട്ടെന്ന് തന്നെ നഗോട്ടോ ആ കൈ തട്ടി മാറ്റുന്നു. ഡേയ്, നിന്നോട് ആരെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ്? ഇത് എന്റെ പ്രശ്നമാണ്, ഇതിൽ നീ തലയിടേണ്ട ആവശ്യമില്ല. ഇതേ സമയം ആ ഗ്യാങ്ങിലുള്ള ഒരുപാട് പേര് അങ്ങോട്ട് വരുന്നു. നഗോട്ടോയുടെ കയ്യിൽ ഒരു റാഡ് കൊടുക്കുന്നു. നഗോട്ടോട് തന്നെ അൻസായി അടിക്കാൻ വേണ്ടി പറയുവാണ്. വെറുതെ എന്റെ കാര്യത്തിൽ തലയിടരുത് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അവൻ അൻസായിയെ അടിക്കുന്നു. സോ അവരുടെ കയ്യിൽ നിന്നും ഓടി രക്ഷപ്പെട്ട് വന്നതുകൊണ്ടായിരുന്നു ആ ഷോപ്പിന് പുറകിൽ ബോധം കെട്ട് അവൻ കടന്നിരുന്നത്. ഓ, അവനെ നീ സഹായിക്കാൻ ശ്രമിച്ചിട്ടും അവനത് ആവശ്യമില്ലെന്ന് അവൻ പറഞ്ഞില്ലേ, പിന്നെ നീ എന്തിനാ അവനെ സഹായിക്കാൻ പോണം എന്ന് സാക്കുറ അവനോട് ചോദിക്കുന്നു. ഇല്ല, അവനൊരു പാവ, ഇതിന് പുറകിൽ വേറെ എന്തോ ഉണ്ട്. അവൻ എത്രയൊക്കെ പാവമാണെങ്കിലും അവൻ വളരെയധികം ധൈര്യശാലിയായിരുന്നു. പക്ഷെ എന്നെ അടിക്കുന്ന സമയത്ത് ഞാൻ അവന്റെ കണ്ണുകൾ ശ്രദ്ധിച്ചു. അവൻ എന്തോ പ്രശ്നമുണ്ട്, അതെന്താണെന്ന് എനിക്ക് അറിയണം. അതിനു വേണ്ടിയിട്ടാ ഞാൻ അവനോട് സംസാരിക്കാൻ പോയെ. പക്ഷെ ഓ, അതാണല്ലേ പ്രശ്നം. ശരി, വാ, നമുക്ക് അവനെ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് സാക്കുറ അവിടെ നിന്നും പോവാൻ വേണ്ടി നിൽക്കുന്നു. ഇല്ല വേണ്ട, ഫ്യൂരിനെതിരെ ഇൻവോൾവ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അതിന് ഫ്യൂരിനെതിരെ ഇൻവോൾവ് ആവുന്നില്ലല്ലോ. ഇന്നലെ ഞാൻ ആ പെണ്ണിന് വാക്ക് കൊടുത്തതാ അവനെ ഞാൻ തിരിച്ചു കൊണ്ടുവരുമെന്ന്. സോ ഫ്യൂരിയിലെ ഒരു മെമ്പർ ആയിട്ടല്ല, സാക്കുറ ആയിട്ടാ ഞാൻ വരാൻ പോകുന്നേ. ഓ, അപ്പൊ അതാണല്ലേ പ്രശ്നം. ശരി, ഞങ്ങൾ കൂടി വരാം എന്ന് മുകളിൽ നിന്നൊരു ശബ്ദം. നോക്കുന്ന സമയത്ത് ഫ്യൂരിയിലെ എല്ലാവരും അങ്ങോട്ട് വരുന്നു. ഇതോ കണ്ട് അൻസായി, ഗായ്സ്, ഞാനിത് ഫ്യൂരിന്റെ പ്രശ്നമാക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇതെന്റെ പേഴ്സണൽ മാറ്ററാ. ഓ, അതിന് ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ പോകുന്നത് ഫ്യൂരിനല്ലല്ലോ, നിന്റെ ഫ്രണ്ട്സ് അല്ലേ? ഞങ്ങൾ നിന്റെ ഫ്രണ്ട്സ് ആണ്, നീ ഞങ്ങളുടെ ക്ലാസ്മേറ്റ് ആണ്. സോ നിന്നെ ഹെൽപ്പ് ചെയ്യേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് ടൈഗ അവനോട് പറയുന്നു. ഒരുപാട് നന്ദിയുണ്ട് ഗൈസ്. ഇതേ സമയമാണ് സുഗുനെയും വിളിച്ചോണ്ട് അങ്ങോട്ട് വരുന്നത്. പാവം ഉറങ്ങുമായിരുന്നെന്ന് തോന്നുന്നു. നീ മാത്രം ഇവിടെ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാ ഉമ്മേമി എന്ത് വിചാരിക്കും? വാ, നമുക്ക് പോയി ഫൈറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് സു അവനെ വിളിച്ചോണ്ട് പോകുന്നു. സോ അവരെല്ലാവരും ആ കോമ്പൗണ്ടിലൂടെ നടന്നു പോകുന്നത് സെക്കൻഡ് ഇയേഴ്സ് കാണുന്നുണ്ട്. ഇവരിത് എങ്ങോട്ട് പോകുന്നു എന്ന് പറഞ്ഞ് അവർ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. നമുക്ക് സമയം വളരെ കുറവാണ്, എത്രയും പെട്ടെന്ന് അവനെ നമുക്ക് സഹായിക്കണം എന്ന് പറഞ്ഞ് അവരെല്ലാവരും ഗ്യാങ് ആയിട്ട് നടക്കുന്നു. സോ അങ്ങനെ ഒരു സീൻ കാണിച്ചിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. സോ സീസൺ 1 ഇപ്പോ അവസാനിച്ചിരിക്കുന്നു. സീസൺ 2 അടുത്ത വർഷം റിലീസ് ആവുമെന്ന് ആൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് അതിനു വേണ്ടി കാത്തിരിക്കാം. നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ സീരീസ് ഇഷ്ടമായെന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യാം. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത്രത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്തൊരു ആനിമയായിട്ട് അടുത്ത ദിവസം വരെ. അതുവരെയും ബൈ.